മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മകൾക്ക് വിവാഹപ്രായമായപ്പോൾ തിരഞ്ഞെടുത്തത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. മാതൃകാപരമായ ദാമ്പത്യം ആരെയും കരയിപ്പിക്കും ഫാത്തിമ ബീവിയുടെ അവസാന നിമിഷങ്ങൾ. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബീവി തകൃതിയായി വീട്ടുജോലികൾ ചെയ്തു തീർക്കുകയാണ്. മക്കളായ ഹസൻ ഹുസൈനെ കുളിപ്പിക്കുന്നു, തല തോർത്തി കൊടുക്കുന്നു, വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. ഇതിനിടയിൽ തന്നെ ഹുബ്ബൂസും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ മക്കളുള്ള എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ പോലെ തന്നെയാണല്ലോ ഇതും. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടെങ്കിലും കണ്ട ഭാവം നടിച്ചില്ല. അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴേക്ക് സ്നേഹം കൊണ്ട് പൊതിയുന്ന ആളാണ്. ഇതെന്ത് പറ്റിയാവോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നതെന്തേ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. കേട്ടയുടനെ ഫാത്തിമ ബീവി ഇങ്ങനെ പറഞ്ഞു, അല്ലയോ അലിയേ, ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തൽക്കാലം മക്കളെയും നിങ്ങളെയും കൂട്ടണില്ല. അതെന്താ ഫാത്തിമ അങ്ങനെ? ഓക്കെ, പോകുന്നതൊക്കെ കൊള്ളാം. എപ്പോഴാ മടക്കം? ദേഷ്യം പിടിക്കാതെ തന്നെ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ അടിയും ചീത്തക്കേട്ട് വേഗം രംഗം വഷളാക്കിയിരുന്നു അല്ലേ? എന്നാൽ അലി സൗമ്യതയോടെ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. പണ്ഡിതന്മാർ ആവർത്തിച്ച് പറഞ്ഞതും ഇതുകൊണ്ടാണ്, ഈ ദാമ്പത്യത്തിൽ നമുക്ക് മാതൃകയുണ്ടെന്ന്. ഖിയാമത്ത് നാളാവുന്നത് വരെ ഞാൻ മടങ്ങി വരില്ല എൻ്റെ പ്രിയപ്പെട്ട അലിയെ. ഇടിവിറ്റേറ്റതുപോലുള്ള മറുപടി. അലി റളിയല്ലാഹു അൻഹു സ്തംഭിച്ചു നിൽക്കുന്നു. എന്താ ഫാത്തിമ, നീ എന്തേ പറയണത്? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? കണ്ണു നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട അലിയെ, ഞാൻ എൻ്റെ ഉപ്പാനെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. ഒരുപാട് കാലമായില്ലേ കാണാൻ പൂതി വരുത്തെന്നും എൻ്റെ പിതാവ് എന്നോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും. ഇത് കേട്ടതോടെ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ഫാത്തിമ ബീവിയും ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമ എന്നെ വിട്ടു പോവുകയാണ്. എന്ത് പറയണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്നുണ്ട് അലി റളിയല്ലാഹു അൻഹ. വിതുമ്പിക്കൊണ്ട് സ്വന്തം വേവലാതിപ്പെടുകയാണ് അലി റളിയല്ലാഹു അൻഹു. എല്ലാവരും പിരിയേണ്ടവരാണ് എൻ്റെ ഫാത്തിമ. പക്ഷേ നീ പോയാൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ്. ഞാൻ എങ്ങനെ ജീവിക്കും നീ ഇല്ലാതെ? അലി റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ പറയുകയാണ്. തനിക്ക് മക്കളെ സമ്മാനിച്ച കൊടും ദാരിദ്ര്യത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ, അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കെല്ലാം സ്നേഹിക്കുന്ന പുന്നാരൻ നബിയുടെ മകൾ അലി റളിയല്ലാഹു അൻഹ ദുഃഖത്തിൻ്റെ കൊടുമുടി കയറുകയാണ്. ഫാത്തിമ ബീവി മക്കളെ വിളിച്ച് രണ്ടുപേരെയും മടിയിലിരുത്തി. ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയായിരുന്നു. ഞാൻ പോയാൽ പിന്നെ ആരാ എൻ്റെ മക്കളെ കുളിപ്പിക്കുക, വസ്ത്രങ്ങൾ ഉടുപ്പിച്ച് തരിക എന്നും പറഞ്ഞ് തുരുതുര ചുംബിച്ച് കരയുകയാണ് ഫാത്തിമ ബീവി. വീടാകെ മൂകത തളം കെട്ടി നിൽക്കുന്നു. ഇതൊക്കെ കേട്ട് നെഞ്ചുപൊട്ടി വേദനിക്കുകയാണ് ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു. മരണം വരുമെന്നറിയാം, പക്ഷേ ഇത്രമേൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയില്ല. കവിൾ നനഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നീ പോവുകയാണല്ലേ? നാളെ നിൻ്റെ ഉപ്പയെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്നും തങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുതെന്നും പറയണം. പിന്നെ നിൻ്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നെപ്പറ്റി പരാതി പറഞ്ഞേക്കരുത്. ഞാനൊരു പാവമാണ്, എല്ലാം പൊരുത്തപ്പെടണം. നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ നന്മകളില്ലാതെ ഞാൻ വിഷമിക്കുമ്പോൾ ഈ പാവത്തെയും പരിഗണിക്കാൻ മുത്തുനബിയോട് പറയണം. ചങ്ക് പൊട്ടിപ്പോകുന്ന ഈ വാക്കുകൾ പറഞ്ഞ് അലി റളിയല്ലാഹു കണ്ണീർ വാർക്കുന്നു. ഇതൊക്കെ കേട്ട് താങ്ങാനാവാതെ വിതുമ്പി കരയുകയാണ് ഫാത്തിമ ബീവി. എന്നാൽ ഈ സമയം ഫാത്തിമ ബീവി അലിയോട് പറയുകയാണ്, ഓ അലിയാർ തങ്ങളെ, എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞാൻ മരിച്ചാൽ എന്നെ കഫൻ ചെയ്യുന്നതും മറമാടുന്നതും നിങ്ങൾ തന്നെ ആയിരിക്കണം. ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ വല്ലാതെ വിഷമിക്കും, അനാഥരാകും. അതുകൊണ്ട് യതീം മക്കളെ കണ്ടാൽ പ്രത്യേകം പരിഗണിക്കണം. കൂടെ എന്നെയും ഓർക്കണം. എനിക്കും പൊരുത്തപ്പെട്ട് തരണം.
പിന്നെ എൻ്റെ പുന്നാര മക്കളായ ഹസൻ ഹുസൈനെ ഒരിക്കലും തള്ളരുത്. ഫാത്തിമ ബീവി തുടർന്നു. ഞാൻ ഉപ്പയെയും ആകാശത്തിലെ മലക്കുകളെയും കണ്ടിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് എൻ്റെ അലിയെ. ഞാൻ എൻ്റെ പാത്രത്തിൽ സൂക്ഷിച്ച ഒരു പേപ്പറുണ്ട്, അതൊന്ന് കൊണ്ടുവരുമോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതും അത് കൊണ്ടുവന്നു. ഫാത്തിമ ബീവി പറഞ്ഞു, എന്നെ മറമാടുമ്പോൾ ഈ പേപ്പറും കൂടി എന്നോട് ചേർത്ത് വെക്കണം. നിങ്ങൾ അതിലേക്ക് നോക്കുവാൻ ശ്രമിക്കരുത്. പരമരഹസ്യമാണത് എൻ്റെ അലിയെ. എനിക്കത് പറഞ്ഞു തരണമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ, എന്താണ് രഹസ്യം? പ്രിയനെ, നമ്മുടെ കല്യാണത്തിന് മുമ്പ് എന്നോട് ഉപ്പ ചോദിച്ചു, 400 ദിർഹം മഹറിന് നിന്നെ അലിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് തൃപ്തിയാണോ എന്ന്. എനിക്ക് അലിയാർത്ഥങ്ങളെ തൃപ്തിയാണുപ്പാ, ദിർഹമിനെ ഞാൻ തൃപ്തിപ്പെടുന്നില്ല. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, സ്വർഗവും അതിലുള്ള മുഴുവനും ഫാത്തിമ ബീവിക്ക് അള്ളാഹു മഹറാക്കിയിരിക്കുന്നു. എന്നിട്ടും ഫാത്തിമ ബീവി വിടുന്ന മട്ടില്ല. എനിക്കതും തൃപ്തിയായില്ല. മഹദി പ്രതികരിച്ചു. പിന്നെ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യമായി ചോദിച്ചു. അങ്ങയുടെ ഉമ്മത്തിൻ്റെ ഷഫാഅത്ത് എനിക്ക് ഉറപ്പു തരണം. എൻ്റെ ഉപ്പ അതാണല്ലോ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളതും. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പേപ്പറുമായി വന്നു. അതിൽ ഉമ്മത്തിന് ഷഫാഅത്തുണ്ട് എന്നും എഴുതിയിട്ടുണ്ട്. ഞാൻ അതും കൊണ്ട് മഹ്ശറയിൽ വരും, റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യും. അന്ത്യനാളിൽ ഒരാൾ വിളിച്ചു പറയുമത്രേ, ഓ സമൂഹമേ, ഫാത്തിമ ബീവി സിറാത്ത് കടക്കുന്നതുവരെ നിങ്ങളുടെ കണ്ണുകൾ അടക്കണം. ജീവിതകാലത്ത് അവർ അത്രയും സൂക്ഷിച്ചവരാണ്. ഓർമ്മകളും വിരഹവും പറഞ്ഞു കണ്ണീർ വാർക്കുകയാണ് രണ്ടുപേരും. പെട്ടെന്ന് ഫാത്തിമ ബീവി തൻ്റെ പരിചാരികയോട് ഇനി ആരെയും റൂമിലേക്ക് കടത്തിവിടരുത് എന്നാവശ്യപ്പെടുന്നു. ഞാൻ ദിക്ർ സ്വലാത്ത് ചൊല്ലിക്കിടക്കുകയാണെന്നും പറഞ്ഞ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച സുഗന്ധവും പുരട്ടി ഒരു തുണി കൊണ്ട് മുഖവും മറച്ച് കണ്ണടച്ച് കിടന്നു. സമയമായി. ഫാത്തിമ ബീവി ഈ ലോകം വെടിയൊന്നു. അള്ളാഹു റൂഹ് പിടിക്കുവാൻ കൽപ്പിച്ചു. മുത്തുനബിയുടെ സൗന്ദര്യവും നടപ്പും ശൈലിയും ഒത്തിണങ്ങിയ പുന്നാരമകൾ യാത്രയാകുന്നതറിഞ്ഞ് ആകാശം കരഞ്ഞു. ഭൂമി പിടച്ചു. സർവ്വജീവജാലങ്ങളും വിതുമ്പുന്നു. മദ്രസയിൽ പോയിരുന്ന ഹസനും ഹുസൈനും തിരികെ വന്നു. ഉമ്മി, ഉമ്മി, ളുഹാ നിസ്കരിക്കാൻ സമയമായി, എഴുന്നേൽക്ക്. പൊന്നുമ്മ ഈ ലോകത്തുനിന്നും വിട പറഞ്ഞതറിയാതെ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിഷ്കളങ്ക ബാല്യങ്ങൾ. ഉമ്മ എണീക്ക്, നിസ്കരിക്കാൻ സമയമായി. ഉമ്മയുടെ മുഖമക്കനെ നീക്കി നോക്കിയപ്പോൾ അന്തരീക്ഷമാകെ പ്രഭാമയം. വേദനയോടവർ മനസ്സിലാക്കി, ഇല്ല, ഇനി ഉമ്മ തിരിച്ചു വരില്ല എന്നുള്ളത്. രണ്ടുപേരും വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. അയൽവാസികളും നാടൊന്നാകെ വഫാത്ത് താങ്ങാൻ കഴിയാതെ വിതുമ്പുകയാണ്. വിവരമറിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്നെത്തി. പ്രിയതമയുടെ മുഖത്ത് നോക്കി കരയുമ്പോൾ പണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓർമ്മയുണ്ട്. അലി റളിയല്ലാഹു അൻഹ, ഫാത്തിമ സ്വർഗത്തിലും നിന്റെ ഭാര്യയായിരിക്കും. അലി അതോർത്തു. അതെ, സ്വർഗത്തിലും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട് ബീവി ഉണ്ടാവുമല്ലോ. അലി റളിയല്ലാഹു അൻഹു തന്നെ മയ്യത്ത് പരിപാലനം നടത്തി. ജീവിതകാലത്ത് അന്യപുരുഷന്മാർ ആരും ഫാത്തിമ ബീവിയുടെ ഔറത്തൊന്നും കണ്ടിട്ടില്ല. മരണസമയത്തും അങ്ങനെ തന്നെ. കൂട്ടുകാരെ, മരണസമയത്തും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം വാശി പിടിച്ച, ജീവിതം മുഴുവനും അന്യരെ കാണാതെ സൂക്ഷ്മത പുലർത്തിയ, ഭർത്താവിൻ്റെ ഇല്ലായ്മകളിൽ വല്ലായ്മ പറയാതെ കൂടെ നിന്ന പൊന്നുമ്മ ഫാത്തിമ ബീവി നമുക്ക് മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. ഫാത്തിമ ബീവിയെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് ഫാത്തിമ ബീവിയുടെ പേരിൽ ഓരോ ഫാത്തിഹ ഓതാം ഇൻഷാ അല്ലാഹ്.